നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് ധനകാര്യമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കാണ്. നമസ്കാരം. ധവളപത്രം, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം അവതരിപ്പിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് മുൻ ധനകാര്യമന്ത്രി കെ.എം. മാണിയുടെ വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടാണ് താങ്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മാണി പറയുന്നു, ഇത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അധികാരമൊഴിയുമ്പോൾ 1000 കോടി രൂപയിലേറെ ഖജനാവിൽ ഉണ്ട്. അടിസ്ഥാനരഹിതമായ കാര്യത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് ധവളപത്രം. എന്തു പറയുന്നു? ഇങ്ങനെ കെ എം മാണി പറയുമെന്നറിയാവുന്നതുകൊണ്ടാണ് ഒരു വർഷത്തെ വേണ്ട, കഴിഞ്ഞ 10 വർഷത്തെ എല്ലാ വർഷവും ഉള്ള ക്യാഷ് ബാലൻസ് എത്രയാണ് എന്നത് കണക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഒരേ നിർവചനം ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം 1000 കോടി ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, ശരിയാണ്. പക്ഷേ ട്രഷറിയിൽ മാറാൻ കൊണ്ടുവന്നിട്ട് മാറിക്കൊടുക്കാതെ, പണം കൊടുക്കാതെ എടുത്തു വെച്ചിട്ടുള്ള ബില്ലുകൾ, അങ്ങനെയുള്ള ബില്ലുകൾ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ 1600 കോടി രൂപ വരും കഴിഞ്ഞ വർഷം. ഇതേ മാനദണ്ഡം തന്നെയാണ് ഈ 10 വർഷം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ട ഗ്രാഫ് എന്താണെന്നറിയാം? മലയാള റാ എന്ന അക്ഷരം പോലിരിക്കും. LDF തുടങ്ങുമ്പോൾ റായുടെ അക്ഷരത്തിൻ്റെ എടുത്തു തുടങ്ങുന്ന അറ്റം താഴത്താണല്ലോ, അതുപോലെ ഉയർന്ന് റായുടെ വളവ് ഉച്ചിയിലെത്തുന്നിടത്ത് ആണ് 2011 LDFൻ്റെ ഭരണം തീരുന്നത്. അതിനുശേഷം കെ എം മാണി അധികാരത്തിൽ വന്ന ശേഷം പിന്നെ റായുടെ ഇറക്കമാണ് താഴേക്ക്. ആ തകർച്ചയുടെ നെല്ലിപ്പടിയാണ് കഴിഞ്ഞ വർഷം -172. അപ്പോൾ അത് ധവളപത്രം കള്ളക്കണക്കെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കൃത്യമായ കണക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മൊത്തത്തിൽ ഒന്ന് പറയട്ടെ, എന്താണ് ചിത്രം ഈ 10 വർഷത്തെ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആ ധവളപത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രാഫ് ഇതാ. ഒരുപാട് ഗ്രാഫുണ്ട്, 24 ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം കൃത്യം ആകൃതിയിലാണ് വന്നിരിക്കുന്നത്. അത് അപൂർവമായിട്ട് ഇങ്ങനെയൊക്കെ കിട്ടുക. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ധവളപത്രം അവതരിപ്പിക്കേണ്ട ഒരു സ്ഥിതി, വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതി എന്തെങ്കിലും മേഖലയിൽ ഉണ്ടാവുമ്പോഴാണ് സർക്കാർ അധികാരികൾ ധവളപത്രവുമായിട്ട് വരിക. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നോ? ഇതൊരു ഭരണം മാറി വേറെ ഭരണം വന്നപ്പോൾ, ഒരു ചേരി മാറി വേറൊരു ചേരി ഭരിക്കാൻ കയറിയപ്പോൾ മുൻ ചേരിയെ അപഹസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന പ്രചാരണം, അത് എവിടെയെങ്കിലുമൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ? അവരോട് പറയണം. 2ാം തവണയല്ലേ ഇപ്പം ധനമന്ത്രിയാവണത്? അതെ. ആദ്യത്തെ തവണ ധനമന്ത്രിയായപ്പോൾ അന്നത്തെ UDF സർക്കാരിനെ കുറിച്ചൊക്കെ നല്ല വിമർശനമുണ്ട്. പക്ഷെ അന്ന് ധവളപത്രം ഇറക്കിയോ? ഇല്ലല്ലോ. ആ AK ആന്റണി സർക്കാരിൻ്റെ ധനനയത്തിനെതിരായിട്ടല്ലായിരുന്നു ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ള ക്യാമ്പയിൻ. ചെലവ് ചുരുക്കാൻ വേണ്ടി പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുന്നു, ജീവനക്കാരുടെ ശമ്പളം പിടിച്ചു വെക്കുന്നു, എല്ലാം ധനനയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനെതിരായിട്ട് സമരം ചെയ്ത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ധരിച്ചത് എന്നാൽ പിന്നെ ഇതുപോലൊരു ധവളപത്രം ഇല്ലല്ലോ, ചെയ്തില്ലല്ലോ. അന്ന് ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഇന്ന് ചെയ്യണത്? കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഈ കൊള്ളരുതായ്ക്ക് കാണിച്ചെങ്കിലും കേരളത്തിൻ്റെ റവന്യൂ ഡെഫിസിറ്റ് 5 വർഷക്കാലം കുറച്ച് കൊണ്ടുവരുന്നതിന് AK ആന്റണിക്ക് കഴിഞ്ഞു. അപ്പം നമ്മുടെ വിമർശനം എന്താ? റവന്യൂ ഡെഫിസിറ്റ് കുറച്ചതിനെക്കുറിച്ചല്ല, റവന്യൂ കമ്മി കുറച്ചതിനെക്കുറിച്ചല്ല, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റവന്യൂ ചെലവ് ചുരുക്കി ഒക്കെ ജനങ്ങൾക്ക് ചെയ്തതിനെക്കുറിച്ചാണ്. നമ്മൾ അധികാരത്തിൽ വന്നപ്പോഴോ റവന്യൂ ഡെഫിസിറ്റ് പിന്നെയും കുറച്ചു, പക്ഷേ ചെലവ് ചുരുക്കിയിട്ടല്ല, വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നത്. ചെലവ് ചുരുക്കിയില്ല, നമുക്ക് വലിയ വിമർശനമില്ല. പക്ഷെ വരുമാനം കൂട്ടണ്ടേ? വരുമാനം ഉണ്ടോ ഇല്ലയെന്ന് നോക്കാതെ ഇങ്ങനെ ഓരോരോ വിളി തോന്നുമ്പോൾ ഓരോ ചിലവൊക്കെ പ്രഖ്യാപിച്ച്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പഴയ രാജാക്കന്മാരെ പോലെ നാട് മുഴുവൻ നടന്ന് ആവശ്യപ്പെടുന്നവർക്കൊക്കെ അപ്പപ്പെഴുതി കൊടുത്തുകൊണ്ടിരിക്കുക പണം. അങ്ങനെ ചിലവാക്കിക്കോട്ടെ, പക്ഷെ വരുമാനം ഉണ്ടാക്കണ്ടേ? വരുമാനം ഉണ്ടാക്കാത്തതിൻ്റെ ഫലമായിട്ട് റവന്യൂ ഡെഫിസിറ്റ് പിന്നെയും ഉയരാൻ തുടങ്ങി.
10 വർഷം കൊണ്ട് കുറഞ്ഞു വന്ന റവന്യൂ ഡെഫിസിറ്റ് അവർ 5 വർഷം കൊണ്ട് ഏതാണ്ട് ഇല്ലാതാക്കി. ഇത് മാത്രം വെച്ചാണോ UDF സർക്കാരിൻ്റെ കഴിഞ്ഞ UDF സർക്കാർ അതിനു മുമ്പിലത്തെ UDF സർക്കാരിനേക്കാൾ മോശമായിരുന്നു ധനകാര്യ സ്ഥിതിയുടെ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ എന്ന വിമർശനം ഇതിൽ വെച്ചിട്ടുണ്ട്? അത് ഈ ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ട് അല്ല എന്നെ അലട്ടണത്, അപ്പോൾ നമ്മളിപ്പോൾ ഭരണത്തിലുണ്ട്, ട്രഷറിയിൽ വരുമാനമില്ലെന്ന് ദൈനംദിന ആവശ്യത്തിന് ഇപ്പോൾ 1000 കോടി വേണം കുടിശ്ശിക മുഴുവൻ പെൻഷൻ കൊടുക്കാൻ എനിക്ക് ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനം കൊടുത്തിട്ടില്ലല്ലോ. കൊടുക്കാനായിട്ട് പണം ഇരിക്കണ്ടേ, എവിടെ നിന്ന് എടുത്ത് കൊടുക്കണേ? അപ്പോൾ ഓണത്തിന് മുമ്പേ എങ്ങനെയെങ്കിലും കടമെടുത്താൽ പണം ഉണ്ടാക്കണം. ഓരോ ദിവസവും ഇതുപോലെ ചിലവിനനുസരിച്ച് വരുമാനമില്ലാത്തതിന് തിങ്ങും പ്രയാസവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം മനസ്സിലാക്കണേ. അത് UDF സർക്കാരിൻ്റെ അവസാന നാളിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊജക്ഷനാണ്. ഇലക്ഷനൊക്കെ തീർന്ന് പഴയ സർക്കാർ മാറാൻ പോകണു, അല്ലെങ്കിൽ മാറുന്നതിലേക്ക് ഇലക്ഷൻ നടക്കുന്നു. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ 5 വർഷം പോലെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അടുത്ത 5 വർഷം എവിടെ ചെല്ലും കേരളം എന്നൊരു ചിത്രം ഉണ്ടാക്കിയത്. ആ ചിത്രം ഞെട്ടിപ്പിക്കുന്നതാണ്. എന്താണെന്നറിയാമോ? ആ ചിത്രം കാണിക്കുന്നത് ഈ വർഷം ഈ റവന്യൂ കമ്മി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ 3% വരും. പിന്നെ കൂടി 3.5% വരെ ഉയരും. 3%ൻ്റെ പ്രശ്നം എന്താണെന്നറിയാം? നമുക്ക് വായ്പ എടുക്കാനുള്ള അനുവാദം ഈ 3% മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാന വരുമാനത്തിന് 3% വായ്പ എടുക്കാൻ പറ്റൂ. കടം മേടിച്ചാൽ പോലും ദൈനംദിന ചെലവ് നടക്കത്തില്ല എന്ന് മാത്രമല്ല, അപ്പം എന്താ കോൺട്രാക്ടർമാരുടെ മുഴുവൻ കുടിശ്ശികയാവും. ഇത് വലിയ പ്രശ്നമല്ലേ? അടുത്ത വർഷമാകുമ്പോൾ എന്താണെന്നറിയോ? ശമ്പള പരിഷ്കരണം നടത്തി, അരിയേഴ്സ് കൊടുത്തിട്ടില്ല, അത് മുഴുവൻ അടുത്ത വർഷത്തേക്ക് വച്ചിരിക്കുക. 2 പണ്ട് മേടിച്ച കടത്തിൻ്റെ ചിലതെല്ലാം മച്യൂറായി. ഒരു 12,000 കോടി രൂപ അതിനു വേണ്ടി വേണം. നമ്മുടെ ഈ പഞ്ചായത്തിൽ കൊടുക്കാനുള്ള പണം അത് ഇപ്പോൾ ഈ വർഷം അവരുടെ അവാർഡ് പ്രകാരമുള്ള കൊടുക്കുന്നില്ല. പിന്നെ UDF കുറച്ച് വെച്ചതായതുകൊണ്ട് ഇപ്പോൾ UDFർക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അവാർഡിൽ പറഞ്ഞ പോലെ കൊടുക്കണമെങ്കിൽ ഇന്ന് കൊടുത്തതിൻ്റെ ഒരു 1/3 കൂടി വേണം. ഇങ്ങനെ ഓരോരോ കമ്മി കുറയ്ക്കാൻ, കമ്മി ഇല്ലാക്കാൻ പറഞ്ഞ് കഴിഞ്ഞ വർഷം 4,000 കോടി കൊടുത്തു, അടുത്ത വർഷം മുതൽ നിന്നു. അപ്പോൾ ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് പോകുന്നത്, ഒരു ഭരണസ്തംഭനത്തിലേക്കാണ് പോകുന്നത്. ഈ 5 വർഷം നടന്ന പോലെയാണ് ഭരണം നടക്കുന്നതെങ്കിൽ അപ്പോൾ ഇതാണോ ശരിക്കും ധവളപത്രത്തിൻ്റെ ആവശ്യകത? ഒരു സംശയമില്ല. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥാവിശേഷം ഇല്ലെന്നാണ് KM മാണിയെപ്പോലുള്ള പറയുന്നത്. അതിങ്ങനെ വെറുതെ മൈക്കിന് മുമ്പ് ഇത് പ്രസംഗിക്കേണ്ടെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കാമല്ലോ. അദ്ദേഹത്തിനുള്ള എഴുതട്ടെ. മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതിയിരുന്നു എൻ്റെ ലേഖനത്തിനൊരു മറുപടി. ഞാൻ വായിച്ച് ചിരിച്ച് മണ്ണ് കപ്പിച്ചു. അപ്പോൾ വരുമാനം വർദ്ധിപ്പിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി, വരുമാനത്തിൻ്റെ കണക്ക് വെച്ചപ്പോൾ കൂടിയിരിക്കുന്ന വരുമാനം LDFൻ്റെ കാലത്തേക്കാൾ ഞെട്ടിപ്പോവില്ലേ? നുണ പറഞ്ഞെന്ന് ഞാൻ പറയില്ല. ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൊരു ചൊല്ലുണ്ട്, ലൈസ് ഡാം ലൈസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ നമ്മുടെ വിഷയത്തിന് നിർവചനമൊക്കെയാണല്ലോ ആദ്യം പഠിപ്പിക്കുന്നത് BA ഒക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നിർവചനം പഠിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ലൈസ് ഡാം ലൈസ്, നുണകൾ, കള്ളം, പച്ചക്കള്ളം, പിന്നെ സ്ഥിതിവിവരക്കണക്കുകളും. KM മാണിയെക്കുറിച്ച് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ധവളപത്രം കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയപ്പോൾ കള്ളം, പച്ചക്കള്ളം, പിന്നെ KM മാണിയുടെ കണക്കുകൾ. കള്ളം പറച്ചിലല്ല, കണക്കുകൾ കൊണ്ടുള്ള കളികളാണ്. അപ്പോൾ ഇപ്പോഴിവിടെ വരുമാനം കൂടി. എന്താ പ്രശ്നമെന്നറിയാം? 2 കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ ഒരുപാട് പണം തന്നു. ഫിനാൻസ് കമ്മീഷൻ ഇപ്പോൾ 4,000 കോടി പറഞ്ഞില്ലേ, ഒരിക്കലും കേരളത്തിൽ കിട്ടാത്തതാണ്. കേരളത്തെക്കുറിച്ച് കുറച്ച് ഇഷ്ടമൊക്കെയുള്ള ആൾക്കാരായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പം 4,000 കോടി അവർ അധികമായിട്ട് ഇങ്ങ് തന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. പിന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പണ്ട് കേന്ദ്രത്തിൻ്റെ നികുതിയുടെ 32% കൊടുത്തിരുന്നത് 42% കൊടുത്തു. ഭയങ്കരമായിട്ട് വരുമാനം കൂടി സംസ്ഥാനങ്ങൾക്കെല്ലാം. പിന്നെ NRHM സർവശിക്ഷാ അഭിയാൻ
ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകെട്ടുകളുണ്ടല്ലോ. ഇതുവരെയും അതിനുള്ള പണം സർക്കാരിന് കൊടുക്കില്ല. NRHM സൊസൈറ്റി ഉണ്ട്, സർവശിക്ഷ വേറെ സൊസൈറ്റി, ആ സൊസൈറ്റികൾ കൊടുക്കുക. ഈ 2 വർഷം മുമ്പ് സർക്കാർ തീരുമാനത്തില്ല, ഖജനാവ് ഒഴിവ് കൊടുക്കത്തുള്ളൂ എന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വരുമാനം അങ്ങ് കുത്തനെ കൂടി, ചിലവും അതനുസരിച്ച് കൂടി. പക്ഷേ കുത്തനെ ഇത് കൂടിയപ്പോൾ മാണി സാറിയാണ് കളി എന്താണെന്നറിയോ, നികുതി വരുമാനത്തെക്കുറിച്ച് പറയാതെ മൊത്തം വരുമാനം എടുത്തു. എത്ര വളർന്നിരിക്കുന്നു. നികുതി എന്താ 12% കൂടിയിട്ടുള്ളൂ ഒരു വർഷം. LDFൻ്റെ കാലത്തോ ഏതാണ്ട് 18% വെച്ച് കൂടി. ഇത് മറച്ചു വെക്കാനുള്ളൊരു കളിയാണ്. നികുതി പിരിവിൻ്റെ തോത് കുറഞ്ഞുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ക് കൊണ്ടുള്ള കളികൾ വെച്ചിട്ട് ചിലതിനൊക്കെ മറച്ചു വെക്കാൻ നോക്കുമ്പോൾ നമുക്കിത് ജനങ്ങളോട് വിസ്തരിച്ചേ പറ്റൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ LDFൻ്റെ കഴിഞ്ഞ ഭരണകാലത്ത് അവസാനം നടന്നതുപോലെ എളുപ്പമല്ല. അന്നെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടറെ ബില്ല് കൊണ്ടുപോകാമെന്ന് തരാം. നമ്മുടെ ഓണമായപ്പോൾ നമ്മുടെ പെൻഷൻ ക്ഷേമ പദ്ധതിക്കാർക്ക് 3 മാസം അഡ്വാൻസ് കൊടുത്തു പെൻഷൻ. ഇത് ചിലവാകും. കാരണം 3600 കോടി രൂപയാണ് ബാലൻസ്. ഇത് ചിലവാക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ ബില്ലുകളൊന്നും വരുന്നില്ല. നമ്മളത് ഒരുപാട് പണികൾ റോഡിനും മറ്റും കൊടുത്തപ്പോൾ അതിൻ്റെ ബില്ല് വരുമെന്ന് വിചാരിച്ച് മാറ്റിവെച്ച പണമായിരുന്നു. അപ്പം അന്നത്തെ സ്ഥിതിയല്ല. അപ്പോൾ ആളുകൾക്ക് ഒരു സങ്കടം വരില്ലേ, പണ്ടിങ്ങനെയല്ലല്ലോ ഇപ്പം ഇങ്ങനെയാണ്. പണ്ടത്തെ സ്ഥിതിയിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ പക്ഷേ 3 വർഷം കൂടി വേണം. ഇത് പറയണ്ടേ, ഇത് പറഞ്ഞ് മനസ്സിലാക്കലാണ് ഉദ്ദേശം. ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, KM മാണിയെ മനസ്സിലാക്കാനല്ല. അദ്ദേഹത്തിനിത് മനസ്സിലായാലും മനസ്സിലായില്ലെന്ന്. ഈ ഉറങ്ങുന്നവരല്ലേ ഉണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നവരെ പറ്റില്ലല്ലോ. അപ്പോൾ പ്രതിപക്ഷത്തെ പഠിപ്പിക്കാനൊന്നുമല്ല, നാട്ടിലിത് ജനങ്ങൾ മനസ്സിലായി. ഇതാണ് ഇങ്ങനെ കുളമാക്കിയിട്ടാണ് ഉമ്മാർ ഇറങ്ങിപ്പോയിട്ടുള്ളത്. നമുക്കൊരു 3 വർഷം എടുക്കും ഇതിനൊന്ന് നേരെയാക്കിയെടുക്കാൻ. അതുവരെയൊക്കെ സ്വല്പമൊക്കെ നമ്മൾ ഒരു സ്വല്പം മസിൽ പിടിച്ചൊക്കെ നിൽക്കേണ്ടി വരും എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവണം. പക്ഷെ ഇത് പറയുന്നത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും ആനുകൂല്യം കുറക്കുമെന്നല്ല. പെൻഷൻ 1000 ആയിട്ടങ്ങ് തീരുമാനിച്ചില്ലേ, പണം ഉണ്ടാകുന്ന നോക്കിയില്ല. അതൊക്കെ ഈ പ്രതിസന്ധി ഉണ്ടെങ്കിലും തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നടപ്പാവും എന്ന് ഉറപ്പാണോ? ഈ പ്രതിസന്ധി ഉണ്ടെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ, പെൻഷൻ, സൗജന്യ റേഷൻ ഇന്നത്തെ BPL മാത്രമല്ല, തൊഴിലുറപ്പുകാർക്കെല്ലാം കൊടുക്കാൻ പോയാണ്. ഈ കാരുണ്യം പറഞ്ഞ മന്ത്രിയുടെ ഇഷ്ടത്തിന് കൊടുത്തുകൊണ്ടിരുന്ന സാധനം ഉണ്ടല്ലോ, ഇന്നിപ്പോൾ നമ്മുടെ ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കിട്ടും. ചോദിക്കാൻ വരണ്ടെന്ന്, ആശുപത്രിയിൽ നിന്ന് ചികിത്സ കിട്ടും. ആ രീതിയിലേക്ക് അതൊക്കെ ചെയ്യും. പിന്നെ എവിടെയാണ് നിയന്ത്രണം കൊണ്ടുവരിക? ഒരു സ്ഥലത്തെ ചിലവിന് വരാൻ പോണേ, പദ്ധതിക്കുള്ള പണത്തിൽ കട്ട് വരത്തില്ല, മൂലധന ചിലവ് വരത്തില്ല, ഈ ക്ഷേമപ്രവർത്തനങ്ങൾ വരത്തില്ല. പദ്ധതിക്ക് പുറത്തുള്ള ചിലവിൽ ശമ്പളം, പലിശ, പെൻഷൻ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് കിഴിക്കണം. അത് കിഴിക്കുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ, അത് പദ്ധതിയോ അല്ല, ശമ്പളവും പെൻഷനും ഒന്നുമല്ല. എന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാം. LDF ഭരിച്ചിരുന്നപ്പോൾ ഇത് 25% വരുള്ളായിരുന്നു മൊത്തം ചിലവിൻ്റെ. ഇപ്പം എത്രയെന്നറിയാം? UDF 30ആയി. ഇതാണ് ഉമ്മൻചാണ്ടി നാട് നീളെ കടന്ന് വിതരണം ചെയ്ത പണം. വിളി തോന്നുമ്പോൾ ഓരോ കോളേജ്, എല്ലാം മണ്ഡലത്തിലും കോളേജ് എന്നൊക്കെ പറഞ്ഞ് ബഡ്ജറ്റിലൊന്നുമില്ലത്, പ്ലാനിലും ഇല്ല. ഈ ചെലവുകൾ ഇങ്ങനെയുള്ള വിമർശിക്കുന്നത് ഇതിന് പണം കാണാതെയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചതെന്നല്ലേ? എങ്ങനെ ചെലവ് വന്നു? അപ്പോൾ എന്താ വെച്ചാൽ മറ്റ് പല ചെലവും നടത്തിയില്ല. അതൊക്കെ ചവിട്ടി പിടിച്ചു വെച്ചാൽ ഈ 6000, 10,000 കോടി ഞാൻ പറഞ്ഞില്ലേ, കൊടുത്തില്ല. ഇത് തനി അരാജകത്തോട്ട് മാറി. അപ്പം നമ്മൾ അവിടെ കുറക്കും, അതുറപ്പ്. കർശനമായിട്ടുള്ള നിലപാട്. പുതിയ സ്ഥാപനങ്ങൾ വരട്ടെ, നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് 2 മാസം കഴിഞ്ഞു പുതിയ താലൂക്ക് വേണമെന്ന് ഡിമാൻഡുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാം. ഇപ്പം ഇല്ല, ഇരുന്നിട്ട് കാല് നീട്ടാം. അപ്പോഴാണ് ചെലവിൽ 3 വർഷമാണോ അതിനുള്ള? 3 വർഷം എടുക്കും. 3 വർഷം കേരളത്തിലൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥയായിരിക്കും. ചെറിയൊരു അടിയന്തരാവസ്ഥയുണ്ട്. വെച്ചാൽ പാവങ്ങൾക്ക് കിട്ടുകാണെല്ലാം കൊടുക്കുന്നുണ്ട്, നമ്മുടെ പദ്ധതിക്കുള്ളുണ്ട്. പിന്നെന്താ, ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യം മാറ്റി വെക്കും. ഇപ്പം ഇത്ര നാൾ ഉണ്ടായില്ലല്ലോ, 2 വർഷം കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം വരുമാനം കൂട്ടാന്നുള്ളതാണ്.
ഈ 12% നികുതി കൂടിയത് അത് 25% ആക്കണം. മുമ്പ് 18 LDF-ന്റെ കാലത്ത് പറഞ്ഞു. അത് അവിടെ നിന്നും പോകും, മുകളിലോട്ട് കൊണ്ടുപോകും. ഇവന്മാർ പിരിക്കാതെ ബാക്കി വെച്ച നികുതിയൊക്കെ പിരിക്കും. അന്നത്ത് നികുതി പിരിവ് കാര്യക്ഷമമാക്കിക്കൊണ്ട് നികുതി കൂട്ടുക എന്ന് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? ഒരു നികുതി കൊണ്ടുവരുമോ, റേറ്റ് മാറ്റുമോ? ഇല്ലില്ല. നികുതി പിരിവ് ഊർജിതമാക്കാം. ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടേ. അപ്പോൾ അസംബ്ലി ഞാൻ പറഞ്ഞു, ഈ എല്ലാ വ്യാപാരികളും നികുതി മേടിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ സോപ്പ് മേടിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് മാക്സിമം റീറ്റെയിൽ പ്രൈസ്, പരമാവധി വിൽപ്പന വില. അതുകൊണ്ട് കുനു അക്ഷരത്തിൽ താഴത്ത് എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്, എല്ലാ നികുതിയും ഉൾപ്പെടെ. അപ്പം നിങ്ങളിത് മേടിച്ചപ്പോൾ തന്നെ നികുതി കൊടുത്തു. പക്ഷേ സർക്കാരിൻ്റെ കണക്ക് കിട്ടിയാലേ പൈസ ചോദിച്ച് മേടിക്കാൻ പറ്റൂ. ബില്ല് എഴുതിയില്ലെങ്കിൽ കണക്ക് വരത്തില്ല. അപ്പോൾ ബില്ല് മേടിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കാൻ വലിയ പ്രസ്ഥാനം വേണ്ടി വരും. എന്ത് മേടിച്ചാലും നിങ്ങളേലും നികുതി കൊടുക്കുന്നുണ്ടല്ലോ, ബില്ലും മേടിച്ചോ. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഫോട്ടോ എടുത്ത്, മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാമല്ലോ, അയച്ചു തന്നെ നികുതി വകുപ്പിലേക്ക്. അത് നമ്മുടെ സെർവറിൽ കയറി കിടക്കും. എന്നിട്ട് കമ്പ്യൂട്ടർ തന്നെ എല്ലാ മാസവും ഇങ്ങനെ കിട്ടുന്ന ബില്ലുകളുടെ 1% നറുക്കെടുത്ത് സമ്മാനം കൊടുക്കും. സമ്മാനം 1-2 സമ്മാനം ഇല്ല, എത്ര നികുതി ആ ബില്ലിൽ അടച്ചോ അതിൻ്റെ 5 മടങ്ങ് നിങ്ങൾക്ക് സമ്മാനം കിട്ടും. അങ്ങനെ ഒരു പുതിയ പദ്ധതി ഇതെന്നു പോലെ നടപ്പാവും? അത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാൻ അസംബ്ലി പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. ഇതെന്തിനാണെന്നറിയാം, നിങ്ങൾ ബില്ല് മേടിച്ചയക്കുന്നു, എന്നാലും എല്ലാവരും എടുത്തുനിന്ന് ഫോട്ടോ എടുത്ത് അയക്കില്ല. പക്ഷെ എനിക്ക് വേണ്ട, ഒരു പുതിയ നിയമം കേരളത്തിൽ കൊണ്ടുവരും. ഈ കമ്പ്യൂട്ടർ വെച്ച് ബില്ലെഴുതുന്ന വ്യാപാരികളാണ് വലിയ വ്യാപാരികളൊക്കെ. ഇപ്പോൾ ചെറുകിടക്കാരവിടെ നിന്നോട്ടെ, ഇവരൊക്കെ കമ്പ്യൂട്ടറിൽ ബില്ല് എഴുതിയാൽ ഉടനെ കമ്പ്യൂട്ടർ അപ്പം തന്നെ ആ ബില്ലിൻ്റെ കോപ്പിയും കൂടെ അയച്ചു തന്നെ. ഇതൊരു ചെറിയ സോഫ്റ്റ്വെയറിലൊരു ആപ്പ് വെച്ച് കൊടുത്തിട്ട്, പുതിയ ആപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡി പോകുന്നുള്ളൂ. ബില്ലടിച്ചു അങ്ങ് വരും. അപ്പോൾ ആ ബില്ലും വന്ന് അവിടെ കിടക്കും. അല്ല, ഇത് മുഴുവൻ പൂൾ ചെയ്ത് ഇത് മുഴുവൻ മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം, അതിനുള്ള കാര്യക്ഷമത മനുഷ്യന്മാരല്ലേ ചെയ്യാൻ പോണേ. ഒരു ഇമ്മണി വലിയ സർവർ മേടിക്കും, നമ്മളതിൻ്റെ സോഫ്റ്റ്വെയർ എടുക്കും. ഈ കെജ്രിവാൾ ചെയ്യാൻ പോയത്, ഞാൻ ഈ കക്ഷിയെ കണ്ടു. കെജ്രിവാൾ ഡൽഹി പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ കേന്ദ്രമന്ത്രിമാരൊന്നും കാണാൻ പോയില്ല, ഇദ്ദേഹത്തെ കണ്ടുകളയാ, ഇദ്ദേഹം ഇങ്ങനെ എന്തോ പണി ചെയ്യണമെന്ന് കേട്ടു. അങ്ങനെ പോയിരുന്ന് അദ്ദേഹത്തിൻ്റെ ധനമന്ത്രിയെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ സോഫ്റ്റ്വെയറൊക്കെ തരാമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നിങ്ങളും ചെയ്തു. അതിവിടെ നടപ്പാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് എന്താ ഉണ്ടാവണമെന്നറിയാം. ഇപ്പം വ്യാപാരികൾ ബില്ലെഴുതും കൊടുക്കും, പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ വേറെ ബില്ലെഴുതി ആ കണക്കാ സർക്കാരിന് തരുന്ന പലരും. ഇപ്പം അങ്ങനെയാണ്, തത്സമയം വരും. അത് തത്സമയം അയച്ചതാണോ അല്ലേ എന്നുള്ള എങ്ങനെ അറിയും? ഈ ഉപഭോക്താക്കളുടെ ബില്ലും ഇതും കമ്പ്യൂട്ടർ ഒത്തുനോക്കും. ഒരു 100 ഉപഭോക്താവ് അയച്ചാൽ 100 പേരുടെയും ബില്ല് കാണണ്ടേ? വ്യാപാരി അയച്ചെന്നതിൽ അത് ഒത്തുനോക്കും, കമ്പ്യൂട്ടർ ഒത്തുനോക്കിക്കോളും. അതിനുള്ള വിദ്യ ഉണ്ടാവും. ഇങ്ങനെ അയക്കുന്ന ഉപഭോക്താക്കൾക്ക് സമ്മാനമുണ്ട്. പക്ഷേ ന്യായമായ രീതിയിൽ ഇതിനോട് സഹകരിക്കാൻ തയ്യാറുള്ള വ്യാപാരികൾക്ക് എന്തെങ്കിലും പ്രോത്സാഹനമുണ്ടോ? രണ്ടുണ്ട്. നമുക്കൊരു നികുതി 20%, 25% പറഞ്ഞത്, ഒരു 18% നികുതി കൂടിയ അതിന് മൂളി വരുന്നവർക്ക് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ 1% കൊടുത്തിരുന്നു. നമുക്ക് 5% ആക്കാം. വ്യാപാരി വ്യവസായ ക്ഷേമനിധി വരും. ഈ ഇപ്പോൾ നമ്മൾ ഇവിടെ, നിങ്ങൾക്ക് ടി വിക്കാർക്ക് സ്വല്പം നഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഈ ട്രേഡ് ഫെസ്റ്റിവൽ, ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒരു കാര്യമില്ല, അത് നിർത്തി. പക്ഷേ 25 കോടി ഇറങ്ങും ഉണ്ടാവില്ല. വ്യാപാര അഭിവൃദ്ധിക്ക് വേണ്ടി ചെലവഴിക്കാം, മാർക്കറ്റുകൾ നവീകരണത്തിനൊക്കെ വേണ്ടിയിട്ട്. ടിവിക്ക് പരസ്യം തരൂല എന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടം വരും. അത് നാടിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നിങ്ങൾക്ക് മാത്രം. അത് നിങ്ങൾ വേറെ കണ്ടുപിടിച്ചോളൂ. സെയിം ഇത് ഒരാളുടെ കടയിലും പോവില്ല, ഒരു മൂന്നാം മുറകളും ഇല്ല, വിജിലൻസ് ഇല്ല. അപ്പോൾ വിജിലൻസ് നിർത്തി അല്ല, ഈ ബില്ലിംഗ് സമ്പ്രദായം ഈ രീതി വന്ന കാര്യക്ഷമ
12,000 കോടി രൂപ ഇല്ല 6,000 കോടി രൂപ ഒരു തർക്കമില്ലാതെ പിരിഞ്ഞു കിട്ടാനുണ്ട്. എല്ലാ കളക്ടർമാരും വിളിച്ച് എൻ്റെ RR എന്താണെന്ന് നോക്കി കുറച്ച് നീ എന്തൊക്കെ ഒരു പക്ഷേ പുറത്തൊക്കെ ആയിരിക്കും, അതൊക്കെ തള്ളിക്കാണാം. ഇനി എത്ര കിട്ടാണ്ടെന്ന് നോക്കിയിട്ട് പിരിക്കും. ഒരു ഏതാണ്ട് അത്രയും തന്നെ കോടി രൂപയുടെ നികുതി കേസുകളുണ്ട്. അപ്പോൾ അത് നമ്മളെ നല്ല GP-മാരെ വെച്ചിട്ട് പോയിരുന്ന് ഓരോ കേസും റിവ്യൂ ചെയ്ത് അത് വേഗം കോടതിയിൽ എടുപ്പിച്ച് അത് തീർപ്പുണ്ടാക്കണം. പിന്നെ ഒരുപാട് കള്ളത്തരങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 20,000 കേസുകളെ ഈ 65 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ വന്നാൽ ഫുൾ ടാക്സ് കൊടുക്കണം. അതിന് താഴെയാണെങ്കിൽ പെർസെൻറ്റേജ് ടാക്സ് മതി. അപ്പോൾ ഒരാളും മുകളിലോട്ട് വരില്ല, എങ്ങനെയെങ്കിലും താഴത്ത് തന്നെ കഴിയും. പക്ഷെ കണ്ടുപിടിക്കാൻ എളുപ്പമോ, അവരേതെങ്കിലും ഹോൾസെയിൽ വ്യാപാരിയിൽ നിന്ന് മേടിക്കുമല്ലോ. അപ്പോൾ ഹോൾസെയിൽ വ്യാപാരിയുടെ ബില്ലുണ്ടെങ്കിൽ ഇന്ന ആൾക്കാർ മേടിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ അയാളുടെ കച്ചവടം കണക്ക് കൂട്ടാം, അപ്പോൾ വിളിക്കും. അങ്ങനെ 20,000 പേർക്ക് നോട്ടീസ് വെപ്പുണ്ട്. അതിപ്പോൾ സമീപകാലത്ത് കുറച്ച് നല്ല ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അവർ ചെയ്തതാണ്. പക്ഷേ നിയമം പറയുന്നത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ 14% നികുതി, അതിൻ്റെ 3 മടങ്ങ് പെനാൾട്ടി അടച്ചാൽ മതി. പെനാൾട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ 3 മടങ്ങി. അപ്പോൾ അമ്പലപ്പുഴയിൽ ഒരാൾക്ക് അയാളെന്തോ 70 ലക്ഷം രൂപയുടെ 75 ലക്ഷം രൂപയുടെ കച്ചവടം നടത്തിയെന്നാണ് പറയണേ. എന്നിട്ട് അതിൻ്റെ റിട്ടേൺസ് ആ രീതി കൊടുത്തില്ല. അയാൾക്ക് വന്നതുകൊണ്ട് 30-40 ലക്ഷം രൂപ. അപ്പോൾ പിന്നെ അത് എങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിക്കുമ്പോഴുള്ള വർഷമുണ്ടെന്നും പറഞ്ഞ് നോട്ടീസ് വരുന്നു. പാവം ആത്മഹത്യ ചെയ്ത്. അപ്പോൾ ഇതുകൊണ്ട് ഈ പെനാൽറ്റി ഒന്നും വേണ്ട, ഇനിയും നികുതി കിട്ടിയാച്ചാൽ മതി. അപ്പോൾ ഇവർക്ക് ഒരു അമ്നിസ്റ്റി കൊടുക്കാം നമുക്ക്. അപ്പോൾ നിയമം അതനുസരിച്ച് മാറ്റും. അപ്പോൾ അമ്നിസ്റ്റി കൊടുക്കണോ വേണ്ടതെന്നൊക്കെ ഉള്ള നമ്മൾ ബഡ്ജറ്റിലാണ് പറയുക. പക്ഷേ വ്യാപാരികൾ സംഘടനകൾ ഞങ്ങൾക്കൊരു അമ്നിസ്റ്റി തരണം, ഇത് നികുതി അടച്ചോളാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, 20,000 പേരിൽ നികുതി അടക്കാൻ പോകണം കൂടുതലായിട്ട്. ഇത് കേസും വക്കാണത്തിനും പുറകടക്കണം, തരുന്നത് സെറ്റിൽ ചെയ്യണം. C&AG 14,000 പേരുടെ ഇതുപോലെ വെട്ടിപ്പിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. C&AG പിടിച്ചാൽ പിന്നെ മൂക്കി എത്തിയേ പറ്റൂ. കാരണം എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല എന്നൊക്കെ വന്ന് ചോദിക്കും PSCയിൽ. അവിടെ ഒരു അമ്നിസ്റ്റി ആവും. ഒരു 10,000 കോടി രൂപ, 1,000 കോടി രൂപ മുതലുണ്ട്, പഴയം പലിശയൊന്നും വേണ്ട, അതെങ്കിതാ കണക്ക് സെറ്റിൽ ചെയ്തേക്കാം. ഈ രീതിയിലൊരു സെറ്റിൽമെൻറ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ വരുമാനം കിട്ടും. അപ്പോൾ ഈ രീതിയിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വലിയ പരിശ്രമം ഉണ്ടാവും. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ വീഴ്ചകളെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് കെടുകാര്യസ്ഥത പറഞ്ഞു. അതാണിപ്പോൾ ഇത്തരത്തിലൊക്കെ പരിഹരിക്കാൻ പോകുന്നത്. ഒപ്പം അഴിമതിയും പറയുന്നുണ്ട്. വ്യാപാരികൾ നികുതി വെട്ടിക്കാൻ വേണ്ടി നടത്തിയ കാര്യങ്ങൾ പിടിച്ച കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ജീവനക്കാർ ഇതുമായിട്ട് ഒത്തു നിന്നിട്ട് ആണോ നടക്കുന്നതാണോ അഴിമതി എന്ന് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വകുപ്പിന്റെ അഴിമതി മാറ്റാൻ എന്ത് ചെയ്യും? 2 തരത്തിലുള്ള അഴിമതി ഉണ്ട്. ഒന്ന്, ഈ പണ്ട് നമ്മൾ ഈ ചരിത്രം പഠിച്ചപ്പോഴേ ഈ മുഗൾ ചക്രവർത്തി ജഗീർസ് കൊടുക്കും. ബംഗാളിലെ ജഗീർ വെച്ചാൽ ഈ പ്രദേശത്തെ നികുതി പിരിക്കാൻ വേണ്ടി നിങ്ങൾ കോൺട്രാക്ട് നിങ്ങൾ ചക്രവർത്തിക്ക് അതിൻ്റെ ഒരു ഭാഗം കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെയാണെന്ന്. വാളയാർ ഇന്ന ആൾക്ക് കേരള കോൺഗ്രസ്സുകാരാണ്, എനിക്കറിയാം. ഇതുപോലെ ഓരോ സ്ഥലത്തും ഓരോ നികുതി പിരിവിന് ദല്ലാൾമാരുണ്ടായിരുന്നോ? ഓരോ സ്ഥലം അവർക്ക് കൊടുത്തിരിക്കുകയാണ്, തൃശ്ശൂർ ചില ഏജൻറ്റുമാർ. അപ്പോൾ ഇവർ ഈ കക്ഷികളൊക്കെ ആദ്യം ഒന്ന് ശരിപ്പെടുത്താന്നുള്ള വേറൊന്ന് ഇപ്പോൾ പോയല്ലോ, വരം കഴിഞ്ഞപ്പോൾ പോയി. അപ്പോൾ ഇതാണോ അഴിമതി എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്? അപ്പം രാഷ്ട്രീയത്തിൻകാരുടെ അഴിമതിയുണ്ട്, അത് നിന്നു. ഒരു ഇടതുപക്ഷ പാർട്ടിയിൽ നിന്നും ഒരിടപെടലും നികുതി വകുപ്പിലുണ്ടാവില്ല. അതുകൊണ്ട് മന്ത്രി അല്ലാതെ വേറൊരാൾ നികുതി വകുപ്പിൽ ഇടപെടാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു കഴിഞ്ഞ തവണയും അബ്സല്യൂട്ട്ലി അങ്ങനെയായിരുന്നു. ഇനിയും ഒരു സംശയവും വേണ്ട, വേറൊരു ബാഹ്യ ഇടപെടലും പറ്റില്ല. ഇനി മന്ത്രി പോലും വിളിച്ച് ആ വണ്ടി വിട്ടേക്ക് ഈ വണ്ടി വിട്ടേക്ക് പറച്ചിലില്ല. എനിക്ക് ഒരുപാട് അപേക്ഷ വരുന്നുണ്ട്. ഞാൻ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എന്നെ കമ്മീഷനോട് പറയും ഇതെന്താന്ന് ചോദിച്ച് പറ. എനിക്ക് അദ്ദേഹത്തോട് അഭിപ്രായത്തിൽ യോജിപ്പില്ല. ഞാൻ അദ്ദേഹത്തോട് പറയും ഈ അഭിപ്രായം എന്തുകൊണ്ട് ഇങ്ങനെയല്ല, അങ്ങനെ ആയിക്കൂടെ. അല്ലാതെ എനിക്കൊരു വിളി തോന്നി ആ വണ്ടി അങ്ങ് വിട്ടേക്ക്, നോ. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ നികുതി ഭരണത്തിലുണ്ടാവില്ല. രണ്ടാമത്തെ പ്രശ്നം, നേരത്തെ രാഷ്ട്രീയമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നികുതി വെട്ടിക്കുന്നതും അഴിമതി കാണിക്കുന്നതും ഉദ്യോഗസ്ഥന്മാരെ വെച്ചല്ലേ.
അപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ കേട്ട് ചെയ്യുമ്പോൾ പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ തനിക്ക് വേണ്ടി ചെയ്തു തുടങ്ങും. ഇവരെല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള പിന്നെ മണ്ടന്മാരോ ഇല്ലൊന്നും ചെയ്യായിരുന്നു, അപ്പോൾ അവരും ചെയ്തു തുടങ്ങും. അങ്ങനെ വകുപ്പിന്റെ മുഖമുദ്രയായിട്ട് അങ്ങനെ വകുപ്പിന്റെ മുഖമുദ്രയായിട്ട് ഇത് മാറിയത്. നല്ല സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥൻ അസംബ്ലി പറഞ്ഞിട്ടുണ്ട്. സജീവ് എന്ന് പറഞ്ഞിട്ട്, പേരൊന്നും പറഞ്ഞാൽ എനിക്ക് ആരും മടിയില്ല, നമ്മുടെ തൃശ്ശൂർക്കാരൻ ഇനി ഞാൻ കൂടെ ഇരുന്നു വേണോ, കോഴിക്കോടൊക്കെ ആയിരുന്നു. അയാൾ കോഴിക്കേസ് പിടിച്ചു. കേസ് ചെല്ലുന്ന 10-60 കോടി രൂപയുടെയാണ് വെട്ടിപ്പൊടിച്ചിരിക്കുന്നത്. അയാളും പകലിരുന്നിട്ട് ഫുൾ പ്രൂഫായിട്ട് കേസ് ഉണ്ടാക്കി. അയാളെ സ്ഥലം മാറ്റാൻ ഓർഡർ കൊടുത്തിരുന്നെങ്കിലും കമ്മീഷണർ ഇത് റിപ്പോർട്ട് സമർപ്പിക്കുന്നവരെ ട്രാൻസ്ഫർ ഓർഡർ കൊടുത്തില്ല. അതുകൊണ്ട് ഇത് കൊടുത്തുപോയി കഴിഞ്ഞിട്ട് പിന്നെ ഇയാളെ ഞാൻ അറിയണത് 1 വർഷത്തിനുള്ളിൽ 4-5 സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി. ഈ കഴിഞ്ഞ UDF ഭരണത്തിൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച പ്രശ്നം മറുപടി ഉണ്ടായില്ല, തീർന്നില്ല. അപ്പോൾ കേസെടുത്തു പോയല്ലോ, പണം കിട്ടിയേ പറ്റൂ. അപ്പോൾ ഇയാൾ അപ്പീൽ കൊടുത്തു. കച്ചവടക്കാരൻ അപ്പീലിന് ഉദ്യോഗസ്ഥൻ തന്നെയാണ് അപ്പീലേറ്റ് അതോറിറ്റി. അവിടെ തീർന്നില്ലെങ്കിലാണ് ട്രിബ്യൂണലിൽ പോവാം, അവിടെ തീർന്നില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോവും. അപ്പോൾ അപ്പീൽ കേൾക്കുന്നവരും ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അപ്പീൽ കേൾക്കണ ആൾ സത്യസന്ധനായതുകൊണ്ട് അവനെ മാറ്റി, വേറെ ആളെ കൊണ്ടുവന്നു. കഴിഞ്ഞപ്പോഴത്തേനും അയാളും ചെയ്യില്ല, അവനെ മാറ്റി. അത്ര വ്യക്തമായിരിക്കും. അവനെ മാറ്റി 3ാമത് ഒരാളെ കൊണ്ടുവന്നു. ആ 3ാമത്തെ പയ്യൻ വന്ന് കയറിയിരുന്നതിൻ്റെ പിറ്റേന്ന് വിധി പ്രസ്താവിച്ചു. എഴുതി കൊടുത്തതാണ് ഈ കോഴിക്കച്ചവടക്കാരൻ്റെ വക്കീൽ. അത് വിധി റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്താൽ കേസ് താഴേക്ക് വീണ്ടും വിട്ടു, 2ാമത് ഉണ്ടായിക്കൊണ്ടിരാൻ. 2ാമത് ഇതുപോലെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല, ഇതോടെ കേസ് തീർന്നു കിട്ടിയ. ഇങ്ങനെയുള്ള അവതാരങ്ങളുണ്ട്. അപ്പോൾ അവർക്കുള്ള സന്ദേശം എന്താണ്? അതെന്ന് വെച്ചാൽ ഏതാനും കേസുകൾ, റൈപ്പ് കേസുകൾ നമ്മളൊന്ന് ശിക്ഷിക്കും. എല്ലാവരും ഒന്നുമില്ലെന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥന്മാർ ആയിരുന്നല്ലോ കഴിഞ്ഞ സർക്കാർ, LDF കാലത്ത് ഉണ്ടായിരുന്നത്. അവരല്ലേ ഈ നികുതിയൊക്കെ പിരിച്ചു വന്നത്. ഇപ്പോൾ UDFന്റെ കാലത്ത് ഇവിടെ തതിരിഞ്ഞു പോയാൽ അവരെങ്ങനെ കുറ്റം പറയണത്? ഇത് UDF മന്ത്രിമാർ ചെയ്തിട്ടുള്ള പണിയാണ്. എങ്കിലും ഇത് കാലം മാറിയെന്ന് അറിയണേ. ചിലർക്ക് ആ തിരിച്ചറിവുണ്ടായിട്ടില്ല. എന്നോടൊരു വ്യാപാരി വിളിച്ചു പറയാണ്, വാളയാർക്കും, ഞാൻ വാളയാർന്നാണ് വിളിക്കണേ. എന്ത് പ്രശ്നം? അല്ല, നിങ്ങൾ വന്നിട്ടൊന്നും അറിയില്ലോ, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട്. അവൻ എന്താ പ്രശ്നം ഉണ്ടായത്? അത് ഒരു കൃത്രിമം എല്ലാ ബില്ലും കാര്യമൊക്കെ ഉണ്ട്, എന്തോ നമ്പറിന് എന്താ ചെറിയ തെറ്റോ പ്രശ്നമുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു തുകയാണ് ചോദിക്കണേ. അപ്പോൾ ബില്ലൊക്കെ ശരിയാണ്, ഇത് മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാണ്, ഇവിടെ എല്ലാം ശരിയാവില്ല, ഞങ്ങൾക്കുള്ള കിട്ടിയേ തീരൂ. അപ്പോൾ ഇവന് ഇങ്ങനെ പറയാനുള്ള ധൈര്യം വന്നിരിക്കണം. ചെക്ക് പോസ്റ്റ് ഇങ്ങനെ തമാശ പറയാൻ. അപ്പോൾ അങ്ങനെയുള്ള ചില ആസാമികളുണ്ട്, അവരെ പിടിക്കേണ്ടി വരും. പക്ഷേ ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ലെന്ന്. ഈ അന്തരീക്ഷത്തിൽ, ഇങ്ങനെ അഴിമതിയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ അതിൽ പങ്കാളിയായി പോരുന്നവരാ. അത് മാറ്റാം. വാളയാറ് ഞാനതൊരു വെല്ലുവിളിയായിട്ട് എടുക്കാൻ പോയി. വാളയാറ് വീണ്ടും അഴിമതിരഹിത വാളയാറാവും. അതുകൊണ്ട് വലിയ കേമത്വമായിട്ടല്ല, ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അവർ വീണ്ടും കുളമാക്കി വെച്ചിരിക്കുകയാണത് ഈ ബഡ്ജറ്റ് കേട്ട് നോക്കും. അപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്ത് ഈ വീഴ്ചയുടെ പല ചേരുവകൾ പറഞ്ഞതിൽ ഒന്നാണ് നിത്യനിദാന ചെലവിന് പൈസയില്ല, അന്ന് വരേണ്ട ബില്ലുകൾ മാറ്റിവെക്കുന്നു, വലിയ ബാധ്യതകൾ മാറ്റിവെച്ചിരിക്കുന്നു. ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് എപ്പോൾ കൊടുത്തു തീർക്കും എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റുമോ ഇത്തരത്തിൽ നികുതി സമാഹരണം നടത്തിയിട്ട്? നമുക്ക് നികുതി ഈ പറഞ്ഞ പോലെ കൂട്ടാൻ കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോഴേക്കും കാര്യങ്ങൾ ശാന്തമായി തുടങ്ങും. 1 വർഷം, ഈ വർഷം, അടുത്ത വർഷം കൂടി ടൈറ്റ് കൂടും. 2 വർഷം ഈ പ്രശ്നങ്ങൾ തുടരും. 3ാം വർഷമാകുമ്പോൾ എല്ലാം സാധാരണ നിലയിലേക്ക് വരും. അവിടെ ഞാൻ പറഞ്ഞാൽ 3 വർഷം നമുക്ക് വേണ്ടി വരും. പക്ഷേ അതുവരെയും ഈ കേരളത്തിലൊന്നും നടക്കില്ലെന്നല്ല, അതുവരെ സ്വന്തം ചവിട്ടിപ്പിടിച്ചും നിയന്ത്രിച്ചും പോകണം. പക്ഷേ കേരളത്തിൽ വേണ്ടതെന്താ? ഇന്നിപ്പോൾ 2008 വലിയ സാമ്പത്തിക മാന്ദ്യം കേരളത്തെ ഗ്രസിച്ചു തുടങ്ങിയിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ്
ഭൂമിയുടെ വില കൂടുന്നില്ല, വിപണിയില്ല, റബ്ബർ മേഖല കിടക്കുകയാണ്. ഇനി ഗൾഫിൽ നിന്നുള്ള തിരിച്ചുവരവ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വലിയ പ്രശ്നത്തിലാണ്. അല്ല, ധനകാര്യമന്ത്രി തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് അത് കേരളത്തിനെതിരായിട്ടുള്ള വലിയൊരു സാമ്പത്തിക സന്ദേശമായിട്ട് പ്രചരിക്കില്ല. അത് കുഴപ്പമില്ല. മനുഷ്യന്മാരൊന്നും മനസ്സിലാക്കണം. ഈ വല്ല വിഡ്ഢികളുടെ ലോകത്ത് താമസിച്ചാൽ പോരാ. നമ്മുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ആ ഗൾഫ് പിടിച്ചു നിന്നാൽ നമ്മൾ കരകയറിപ്പോവും. ഗൾഫ് വന്നാൽ വലിയ പ്രശ്നമാണ്. ഇപ്പം തന്നെ എന്താണെന്നറിയാം, 3 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ട് 2 വർഷം തുടർച്ചയായി നമ്മൾ ദേശീയ വരുമാന വളർച്ചയേക്കാൾ താഴെ പോയി. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും. നൗ ഇന്ത്യയിലുള്ള വളർച്ച മുരടിക്കണമെന്നാണ് പറയണേ, അതിനേക്കാൾ താഴത്തേക്ക് കേരളം പോയി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്രയൊന്നും ഉണ്ടാഞ്ഞിട്ടും 2008 ഒരു മാന്യവിദ്യ പാക്കേജ് നമ്മൾ പറഞ്ഞു. പക്ഷേ സർക്കാർ ഇറങ്ങി ഞങ്ങളങ്ങ് മുതൽമുടക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അത് നൽകുന്നൊരു സന്ദേശമുണ്ട് എക്കോണമിയിലേക്ക്, ആളുകളിലേക്ക്. അപ്പം നമ്മൾ സർക്കാർ വളരെ ശക്തമായിട്ട് സമ്പദ്ഘടനയിൽ ഇടപെടേണ്ടതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡുകൾ ഉണ്ടാവണം, പാലങ്ങൾ ഉണ്ടാവണം, പാർക്കുകൾ വേണം, നല്ല സ്റ്റേഡിയംസ് വേണം. ഇങ്ങനെയൊക്കെയുള്ള വലിയ നിക്ഷേപം. ഇപ്പോൾ അതിവേഗത്തിലുള്ള റെയിൽപാത വേണം, 4 വരിപ്പാതകൾ വേണം, ഗെയിലിൻ്റെ പൈപ്പ് ഓടണം. ഇതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ വലിയ തുകയുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റ് ശരിയായിട്ട് നമുക്കിതൊക്കെ ചിലവഴിക്കാം എന്ന് പറഞ്ഞു നിന്നാൽ നമ്മൾ തകർന്നു പോകും. ബഡ്ജറ്റ് ശരിയാകുമ്പോഴേക്കും കേളം താന്നു പോകും. അപ്പം അതുകൊണ്ട് ഈ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അത് വേറെ, ഇവിടെ കളി വേറെ. നമ്മൾ നിക്ഷേപം വർദ്ധിപ്പിക്കും. അത് ആയിരിക്കും ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും എങ്ങനെയാണ് സർക്കാർ മുൻകൈയെടുത്ത് കേരളത്തിൽ നിക്ഷേപം വരുത്താൻ പോണത് എന്നുള്ളത് തെളിയിക്കുന്ന ബഡ്ജറ്റായിരിക്കും. ബഡ്ജറ്റിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ വെളിപ്പെടുത്തുന്നത് ശരിയല്ല എങ്കിലും ഈ മേഖലയിൽ, പുതിയ നിക്ഷേപം കൊണ്ടുവരുന്ന മേഖലയിൽ എന്തൊക്കെ തരത്തിലുള്ള നടപടികളാണ്, ഏത് സ്വഭാവത്തിലുള്ള നടപടികളാണ്? ഇതൊന്നും പുതിയതല്ല. 2011 ബഡ്ജറ്റിലെ ഞാനൊരു രീതി പറഞ്ഞു. അന്ന് എനിക്ക് ഇത്രയും ഗ്രാഹ്യം വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതൊരു മണ്ടത്തരമാണോ എന്നൊക്കെ ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഏത് പലിശരഹിത ബാങ്കാണ്? അല്ലല്ല, ഒരു മോഡൽ ഞാൻ പറയാം. അപ്പം ഞാനിപ്പോൾ ചിദംബരം KPCCയുടെ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരുന്നു. അപ്പം ഞാൻ ചിദംബരത്തോട് പറഞ്ഞിട്ട് പോയി കണ്ടു. ചിദംബരത്തോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള. എന്തായിരുന്നു അത്? പറയാം. ഞാൻ പറഞ്ഞത് കേരളത്തിലെ എല്ലാ സംസ്ഥാന പാതകളും ജില്ലാ റോഡുകളും BMNBC ആക്കാൻ അന്നത്തെ കണക്ക് പ്രകാരം 40,000 കോടി രൂപ വേണം. അന്ന് കണക്ക് കൂട്ടിയത് 40,000 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, നമുക്കൊരു കമ്പനി ഉണ്ടാക്കാം. ആ കമ്പനിക്ക് നമ്മുടെ മോട്ടോർ വാഹന നികുതി വകുപ്പിൻ്റെ നികുതി വരുമാനത്തിൻ്റെ പാതി എല്ലാ വർഷവും ആനുവിറ്റിയായി കൊടുക്കണമെന്ന് നിയമം പാസ്സാക്കാം. അപ്പം ഇനി നിയമമാണ്, അതുകൊണ്ട് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഈ വർഷം ചിലപ്പോൾ ഒരു 500 കോടി, അടുത്ത വർഷം 550, 600, 700, 800, 1000. ഇനി അങ്ങോട്ട് ബാക്കിയൊരു ഭാവിയിലേക്ക് 25 വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിക്ക് ഉറപ്പ് വരുമാനമല്ലേ നിയമം മൂലം കിട്ടണത്. അപ്പോൾ ഈ കമ്പനിക്ക് ഒരു കാര്യം ചെയ്യുക, ഏത് സ്ഥലത്ത് പോയിട്ടും എൻ്റെ ഭാവി വരുമാനം കണ്ടില്ലേ, അതുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് പൈസ ഈ വരുമാനം കിട്ടുമ്പോൾ അതിൽ നിന്ന് തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും മേടിക്കും. 40,000 കോടിയും മേടിക്കുക. പാർപ്പിട പദ്ധതി പഞ്ചായത്തിന് ഇനി ഭാവിയിൽ കിട്ടാൻ പോണ പണത്തിൽ നിന്ന് തിരിച്ചടയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് 3,000 കോടി വീട് വെച്ച് കൊടുത്തു. അതായിരിക്കും മോഡൽ. ആ മോഡൽ പറഞ്ഞു വന്ന് ഈ UDFകാരെ 3 വർഷം ഇരുന്നിട്ട് ഇതിനെ കളിയാക്കിക്കൊണ്ടിരുന്നു. നിയമസഭയിലൊക്കെ എന്തൊക്കെ ദിവാസ്വപ്നമാണ്, മറ്റാണ് മറിച്ചാണ്. ചിലർക്ക് പലിശരഹിത ബാങ്കും ഇതിനെക്കുറിച്ച് രണ്ടും വേർതിരിച്ചൊന്നും അറിയാതെ ഇത് ആൾക്ക് രണ്ടും ഒന്നാണെന്നാണ് പറ്റി 40,000 കോടി വെച്ച് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അവരുടെ ഭരണത്തിൻ്റെ അവസാനമായപ്പോഴാണ് ഇതൊക്കെ പൊളിഞ്ഞ് കൊട്ടയിലായപ്പോഴാണ്
എന്ന് നമുക്ക് കുറച്ച് ഇങ്ങനെ വായ്പ എടുക്കാൻ പറ്റും എന്ന് പുതിയ ധനസെക്രട്ടറി പറഞ്ഞപ്പോൾ ഇത് പിടികിട്ടിയിട്ടോ അല്ലാതെയോ വീണ്ടും എൻ്റെ ചർച്ചയൊക്കെ തുടങ്ങി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 2011 എവിടെ പറഞ്ഞു നിർത്തിയോ അവിടെ നിന്ന് വീണ്ടും തുടങ്ങിയാണ്. ഈ UDF ഭരണം 5 വർഷം കേരളത്തിന് നഷ്ടപ്പെടുത്തി. എനിക്ക് പറയാനുണ്ട്, ഇത് അന്ന് തന്നെ ഇത് തുടങ്ങിയിരുന്നെങ്കിൽ കേരളത്തിലെ റോഡുകൾ ഇങ്ങനെ ആവുമായിരിക്കും. എല്ലാം 50,000 40,000 കൂടി മുതൽ മുടക്കായിരുന്നല്ലോ.